അമ്മ വിഷമിക്കണ്ട, വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വിളിക്കുക, ഞങ്ങൾ വിഷമിക്കണ്ട. ആൾക്കാരെല്ലാരും ഒരേ മാതിരി തന്നെയാണ്. എന്ത് വിഷമിക്കാനാണ്? ആന്റെ നാട്ടിലെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒപ്പരായി കൂട്ടും കുടുംബമായി ജീവിക്കണേ അല്ലേ? കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് വമിച്ച കാവ്യവാവനേ അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് വമിച്ച കാവ്യവാവനേ അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്താ പേര്? പേര് ഭവാനി എന്നാണ്. മക്കൾ കൊണ്ടുപോയി വിട്ടാ കൂടെ അല്ലേ? ഓർക്ക് സുഖമായിട്ടോ? അങ്ങനെയാണ് ഉണ്ടായത്. കാരണം നമ്മള് കെട്ടിയ പെണ്ണുങ്ങൾ നമ്മളെ കൂടെ ചെയ്യില്ലേ, പിന്നെ മക്കൾക്ക് നമ്മൾ ഏറെയാണ്. മരുമക്കും സ്ഥിതി തന്നെ ഉണ്ടാകുക. ഓൾക്ക് നമ്മൾ വയസ്സായി ഇതൊക്കെ ആകുമ്പോൾ ഓൾക്ക് നമ്മളൊന്നും പറ്റാത്തവരാകും. ഞാൻ അനുഭവിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ കുറേ ജീവിച്ചില്ലേ. ടീച്ചർ അങ്ങനെ തന്നെ ആവൂലേ? അത് പുറത്തെ പുതിയ ആളാണല്ലേ? അങ്ങനെ പുറത്തേക്കൊന്നും വല്ലാതെ അറിയില്ല. അവിടെ കാണാൻ ഫ്രീ സൈഡ് വന്നിട്ട് മക്കളും ഉണ്ടാക്കിയോ? അത് സ്ഥിതി തന്നെയാണ്. മക്കളെ പെട്ടെന്ന് ഉണ്ടാക്കില്ല. തമ്മാർക്കും തള്ളാർക്കും ഒക്കെ പ്രായം കഴിഞ്ഞു. മോനുണ്ട്, മോൻ കല്യാണം കഴിച്ചിരുന്നു, മൂപ്പരില്ല. അപ്പോൾ പിന്നെ ഇതായി ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കൊണ്ടാക്കിയതാണ് കേട്ടോ. അതാ ഉണ്ടാവുക. വീടൊക്കെ മോൻ്റെ പേരിലാവൂലേ? ഒത്തുകൂടി ഇവിടെ അല്ലേ, നല്ല രസത്തില്. അപ്പൊ കൂടി ഒരു കഥ പറഞ്ഞു
കഥ പറഞ്ഞുതരാം. നല്ല കഥ പറയണേ. നല്ല കഥ പറയാം. അപ്പോൾ നിങ്ങളൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് വന്നാൽ അതേപോലെ ഞാനും ഒരു സ്ഥലത്തു നിന്ന് വന്നതാണ്. എന്നെയും ഇവിടെ കൊണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളും അതേമാതിരി കൊണ്ടാക്കിയതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി വളരെ സന്തോഷത്തിൽ ഇവിടെ ജീവിക്കാം അല്ലേ? എന്തായിരുന്നു മനസ്സിലായില്ല? നമ്മള് ഗഫൂർ, നമ്മളെ ഭവാനിയമ്മ, നമ്മളെ അയൽവാസിയാണ്. ആ നവീന്റെ അമ്മ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഇപ്പോഴെങ്ങാനും വന്നത് ഒരു വിവരം കിട്ടി നമുക്ക്. എന്താ കാണാൻ കൈക്കൽപ്പട്ടിയിലല്ലേ? ഭവാനിയമ്മ അല്ലേ? ഭവാനിയമ്മ അല്ലേ? ഭവാനിയമ്മ പാവപ്പെട്ട അയൽവാസിയുണ്ട്. ഇവിടെ റോൾ നമ്പർ 1-ലുണ്ട്. അപ്പൊ നിങ്ങള് മകനാണോ? നമ്മളെ മകനൊന്നുമല്ല, നമ്മളെ അയൽവാസിയല്ല, നമ്മളെ തൊട്ട അയലൊക്കെ നമ്മളെ നല്ല സ്നേഹത്തിലൊക്കെ കഴിയുന്ന കുറച്ച് ആൾക്കാരെല്ലാം മകനല്ലേ? മകനത് എന്ത് പറ്റി? മകനൊക്കെ പറയാതിരിക്കാൻ നമ്മളിപ്പോ അവിടെയൊക്കെ ചില പസപ്പേസകളൊക്കെ ഉണ്ട്. ശരിയല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇന്നല്ലേ നാളെ നിലയാന്ന് പോണ്ട ടീമല്ലേ. നോക്കലും വളർത്തലൊക്കെ പോരാ. ശരിയല്ല, ശരിയല്ല. പറ്റിച്ചങ്ങനത്തെ പാല് പോയി നമ്മുടെ നമ്മളൊരു കുടുംബമായി കഴിഞ്ഞ ആൾക്കാരെ നിങ്ങൾ എന്ത് നമ്മളോട് പാട്ടുകൾ പറയണ്ടേ? ഹലോ, അതെ. ആ ശരി, ഇന്നല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. 2 മണിക്കല്ലേ? ആരായിരുന്നു? നമ്മൾ ഗഫൂർ. നമ്മുടെ പേരന്റെ അടുത്തുള്ള ഭവാനിയമ്മ ഇവിടെ ഉണ്ട്. ഓരെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്ന നമ്മള്. ഭവാനിയമ്മയുടെ മകനാണല്ലോ ഇവിടെ അന്ന് കൊണ്ടുചാക്കിയിരുന്നത്.
അപ്പോ അവന്റെ കൂടെ അല്ലേ നമ്മൾക്ക് വിടാൻ പറ്റുള്ളൂ. അല്ല, ഇതൊരു അത്യാവശ്യം അർജന്റ് കാര്യമാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു കൊണ്ടാക്കും. നിങ്ങളെ വിശ്വാസം ഉണ്ട്, നമുക്കവിടെ വിശ്വസിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. അവനെന്ത് പറ്റി, മകനെന്ത് പറ്റി? അവന്റെ കാര്യമൊന്നും ഇപ്പൊ നമുക്ക് വലിയൊരു പിടുത്തമില്ല. അതൊന്നും അത്ര ഒരു സുഖമില്ലാന്നൊക്കെയാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്. നമുക്കിപ്പോ എന്താ വെച്ചാൽ ഭവാനിയമ്മേന്റെ നമ്മൾ നല്ലൊരു കണക്ഷനില്ല, അവരായിട്ട് നല്ല ജീവിതം, അവരൊന്ന് കാണണം, കൊണ്ടുപോകണം. നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ കുറെ നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിവിടെ ആരാണോ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് അവരുടെ കൂടെ മാത്രമേ നമ്മൾക്കത് വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ സ്ഥാപനത്തെ അത് ബാധിക്കില്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിയാലോ അത് ഞങ്ങളോടല്ലേ ചോദിക്കുക? അത് കാര്യമാണ്. പക്ഷെ ഇതൊരു എമർജൻസി കാര്യമാണല്ലോ. കാരണം എന്താ വെച്ചാല് ആകെ ദുരിമ പിടിച്ച അവസ്ഥയിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത്. അവരൊന്ന് കാണുക, ഇന്ന് അടുത്ത വണ്ടിക്കാൻ നമ്മളിവിടെ എത്തിക്കും, അതിന് പ്രശ്നമില്ല. വിശ്വസിക്കാം, ഗഫൂറിനെ വിശ്വസിക്കാം. അവരുടെ മകൻ നവീൻ അല്ലേ? നവീൻ, നവീൻ അവരുടെ ഭാര്യ ഉണ്ടല്ലോ, അവരൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നു. സുഹൃത്തി എന്താ അവളെ പേര്? അതെ അതെ അതെ, ശ്രുതി. പെരേരെന്തൊക്കെ അലുക്കുലത്തൊക്കെ ഉണ്ടാക്കി. ഞാനൊരു കാര്യം ചെയ്യാം, ഭവാനി അമ്മയെ ഒന്ന് വിളിപ്പിക്കട്ടെ, എന്നിട്ട് സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണോ നോക്കിയിട്ട് ഇന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരണം. വേറെ ഒരു പ്രശ്നം പാടി ഉണ്ട് ഇതിന്റെ ഇടയിൽ. എന്റെ പെണ്ണുങ്ങൾ ആകെ സുഖമില്ലാതെ എടുക്കുക. ഭവാനിയമ്മേനായിട്ട് എന്റെ പെണ്ണുങ്ങൾ നല്ലൊരു ബന്ധത്തിലാണ്. ഓളെ ഒന്ന് കാണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യമാണ്. ഏത് നിമിഷവും ഓളെ ജീവൻ പോകുന്നതാണ് ഡോക്ടർമാര് പറയുന്നത്. ഒരു രക്ഷയില്ല, ഞങ്ങള് എന്തെങ്കിലും ചെയ്യണം. അല്ല, ഞാനൊന്ന് ഭവാനി അമ്മയോട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് അദ്ദേഹത്തിന് അവരുടെ മകനോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് ഞാനൊരു തീരുമാനം പറയാം. അപ്പോൾ ഞാൻ വിളിപ്പിക്കാം. ചെയ്യത്ത് തരിക, അല്ല ഒരു നിവൃത്തിയില്ല. എന്താ വെച്ചാല് ജീവന്മാരുടെ പോരാട്ടം അവിടെ എടുക്കണം. നമ്മളെ പെണ്ണുങ്ങളെ വലിയ സൂക്കട്ടില്ല. നസീമ, നസീമ, ഒന്ന് വന്നേ. ഭവാനി അമ്മ ഒന്ന് കാണിച്ച് നിങ്ങളെ പെരക്കാരൊക്കെ വിട്ടെറിഞ്ഞ് നിങ്ങളിവിടെ വന്ന് നിൽക്കുക. എന്തൊരുത്തായി കാട്ടിയത്? നമ്മളെ അയൽവാസികളിൽ നിങ്ങൾ ഒരു വാക്ക് നമ്മളോട് പറയണ്ടേ? നമ്മൾ ഏത് സമയത്ത് അവിടെ വരില്ലേ? നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? നമ്മള് കാരെത്ര ഓഫീസറായിരുന്നു, ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരില്ല. പക്ഷേ ഇവിടെ നിങ്ങളെ മകനല്ലേ ഇവിടെ ആക്കിയിരിക്കുന്നത്. അപ്പൊ അവൻ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയാ? അപ്പൊ അവൻ വരില്ലേ? എപ്പോഴും വന്ന് അന്വേഷിച്ചാലും ഒപ്പം തന്നെ. നമ്മളെല്ലാം വിശ്വാസമാണ് അവർക്ക്. ഒരു കുഴപ്പമില്ല, നമ്മളിവിടെ എത്തിക്കും. നമ്മളൊരു എമർജൻസി കേസാണ്. നിങ്ങൾ കുടുംബം എന്തായാലും വേണ്ടില്ല. നമുക്കതിന്റെ അതും ശരിയാണ്. അപ്പൊ ഞങ്ങളെ മേലുള്ള ഓഫീസർ വന്നിട്ട് അതും ഞങ്ങളെ ചീത്ത പറയില്ലേ? ഭവാനിയമ്മ പറയട്ടെ, ഭവാനിയമ്മക്ക് നമ്മളെല്ലാം വിശ്വാസമാണ്. നിങ്ങൾ ഈ മനുഷ്യന്മാരെ സ്നേഹം കണ്ട് പോകുന്ന വഴിയിൽ ഇവർക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും തലകറങ്ങലോ ഇതൊക്കെ സംഭവിച്ചാൽ അപ്പൊ അതൊക്കെ ഞങ്ങളെ ബാധിക്കില്ലേ? ഈ സ്ഥാപനത്തെ ജീവൻ കാത്തിട്ട് നമ്മളിവിടെ എത്തിക്കും. നമ്മള് അത്ര ഒരു ബന്ധത്തിലാണ്. എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ ഒരു ഭയങ്കര ഒരു കണ്ടീഷനിലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഭവാനിയമ്മ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പോ നിങ്ങളുടെ ഭവാനിയമ്മയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇവിടെ ചില നിയമങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് പോകുന്നതെന്നും പോകുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം. അതിന് സമ്മതമാണോ? അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരണം. ഇന്ന് തന്നെ ഇവിടെ കൊണ്ട് ചാക്കണം, തിരിച്ചാക്കണം. എന്നാലൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിക്കോളും. കൃത്യമായിട്ട് നമ്മളെത്തിക്കും. അതിന് യാതൊരു ബേജാറും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാം പൊടിയറ അല്ലേ? അങ്ങനെയാണെങ്കിൽ കൃത്യ ടൈമിൽ നമ്മൾ എത്തിക്കാം. നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പഠിച്ചോ കാക്കട്ടെ. ഞങ്ങളെ വരും ഭവാനിയമ്മ, പോവാ. അല്ലേ? അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുക.
മനുഷ്യത്വപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളല്ലെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ. ഇപ്പം ഇങ്ങനത്തെയുള്ള കേസുകളൊക്കെ വന്നിട്ട് മനുഷ്യൻ്റെ സ്ഥിതിയല്ലേ. അമ്മേ, എത്ര കാലായി അമ്മയെ കണ്ടിട്ട്? അമ്മേ, അമ്മേനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. അമ്മേ, ഇന്നലെയാണ് ഞാൻ വന്നത്. ഇന്നു മുതലാ കുട്ടാ നീ കളവ് പറയാൻ തുടങ്ങിയത്? നിങ്ങൾക്കൊക്കെ എപ്പോഴാണടാ ഞാനൊരു ഭാരമായി തുടങ്ങിയത്? എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണത്? മക്കളെ എന്നെ ഒഴിവാക്കാനായിട്ട് ഇത്രയും വലിയൊരു കളവ് പറയണമായിരുന്നോ? അമ്മേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അമ്മേ. മക്കളെ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, എനിക്കിവിടെ നല്ല സുഖമാണ്. പിന്നെ ഇങ്ങോട്ടാണ് അമ്മ പോകുന്നത്? ഇനി നിങ്ങൾ അതൊന്നും അറിയണ്ട. അതുപോലെ പോവാം. നിങ്ങൾ എങ്ങോട്ടാ എൻ്റെ അമ്മേനെ കൊണ്ടുപോകുന്നേ? വണ്ടി കയറി എൻ്റെ അമ്മേനെ ഇവിടെ ഇറക്കാതെ ഈ വണ്ടി ഇവിടെ ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്ക്. 1 മണിക്കൂർ എനിക്ക് കൊണ്ട ഞാൻ ഭവാനി അമ്മേനെ ഇവിടെ എത്തിച്ചാൽ 1 മണിക്കൂർ. എൻ്റെ അമ്മയെ എവിടേക്കാ കൊണ്ടുപോകുന്നത് പറ, എന്നിട്ട് മതി 1 മണിക്കൂർ. 1 മണിക്കൂർ പോയിട്ട് 1 മിനിറ്റ് പോലും ഇല്ല. നിങ്ങളും അമ്മയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് മക്കളെ. എന്താ മക്കളെ ഗഫൂറുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം? എനിക്ക് അത്യാവശ്യമായിട്ട് ഗഫൂറിൻ്റെ കൂടെ ഒന്ന് പോകണം. ഇങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. കാര്യം പറഞ്ഞിട്ട് പോയിക്കൂടെ അമ്മേ? ഞങ്ങൾ തടസ്സം നിൽക്കില്ലല്ലോ. അമ്മേൻ്റെ പൊട്ടിനല്ലേ പറയുന്നേ? മോനെ, ഗഫൂറിൻ്റെ ഭാര്യ സീരിയസ് ആയിട്ട് ആസ്പത്രിയിൽ കിടക്കുകയാണ്. അവർക്കൊന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനായിരുന്നു അവരെ സഹായിച്ചിരുന്നത്. അച്ഛൻ്റെ മരണശേഷം ഞാനും ഈ ഒരവസ്ഥയിൽ അവരെ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അച്ഛനോട് ചെയ്യുന്ന ഒരു വഞ്ചനയാവൂലേ? ഇനി മോൻ പറ, ഞാൻ പോണോ പോണ്ടേന്ന്? ഭവാനിയമ്മേ, നിങ്ങൾ വരണ്ട. മക്കളെ കൂടെ പോയിക്കോളെ. എന്താണ് ഗഫൂറെ, മക്കളൊക്കെ സമ്മതിച്ചല്ലോ പോകാൻ വേണ്ടിയിട്ട്? അവള് പോയി ഭവാനിയമ്മേ, എന്റെ രസ്യ പോയി.
ആശുപത്രിയിൽ പോണോ? വേണ്ട സാർ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അമ്മയെ നഷ്ടപ്പെടുമോ ഒരു ഷോക്ക്. മോനെ, എന്നാലും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോവാ. വേണ്ട അമ്മേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം കിടന്നിട്ട് പോകാം മോനെ. സാറേ, എൻ്റെ പേപ്പറുകളൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. ഓ, ഞാനിപ്പോൾ വരാം. അമ്മേ, അമ്മക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ ഞാൻ മോനോട് ദേഷ്യപ്പെടുന്നത്? എന്താ ഏട്ടാ അങ്ങനെയൊക്കെ പറയണത്? അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. മക്കളെ, ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ വെറുക്കാൻ കഴിയില്ല. പറ്റിപ്പോയി അമ്മേ. ഇനി അമ്മയെ ഞങ്ങൾ ഇങ്ങോട്ടും വിടില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ. മോളെ, നീ ഒരമ്മയാകുമ്പോഴേ നിനക്കോ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. നവീൻ, ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി ഡ്രൈവ് ചെയ്തൂടെ? ഓക്കെയാണ് സാർ. എന്നാലൊരു 5 മിനിറ്റ് ഞങ്ങൾ ഇരുന്നോട്ടെ സാർ. അതിനെന്താ, അല്പം റിലാക്സ് ആയിട്ട് പോയാൽ പോരെ. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പണത്തിന് പകരം വെക്കാൻ കഴിയുന്നതല്ല ഒരു അമ്മയുടെ സ്നേഹം. അമ്മയെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക.